ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. നമ്മളിൽ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കും. എന്നാൽ തുടങ്ങി വെച്ച കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ആ റിസൾട്ട് വരെ കൊണ്ടെത്തിക്കാൻ സാധിക്കാറില്ല. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണുണ്ട്, പക്ഷെ ഫിനിഷ് ചെയ്യാൻ പറ്റണില്ല. ഓട്ട മത്സരത്തിന്റെ തുടക്കം നമ്മൾ ഓടുന്നുണ്ട്, എന്നാൽ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടം വരെ ഓടാൻ നമ്മൾ പലപ്പോഴും തയ്യാറാവുന്നില്ല. എന്താണ് ഇതിന്റെ പിറകിലുള്ള കാരണം? ഈ കാരണം മനസ്സിലാക്കുകയും അതേപോലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ തുടങ്ങി വെച്ച കാര്യത്തെ ഫിനിഷിംഗ് വരെ കൊണ്ടുപോകാമെന്ന് തിരിച്ചറിയുകയും ചെയ്താൽ നമുക്കും തുടങ്ങി വെച്ച കാര്യങ്ങളെ കൃത്യമായി റിസൾട്ടിൽ എത്തിക്കാൻ കഴിയും. ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയവും അത് തന്നെയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഫിനിഷ് ചെയ്യുന്നവരെ മുൻപോട്ട് കൊണ്ടുപോകാമെന്ന്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത വിവരം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ കൃത്യമായ ഗോൾ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പും നല്ല രീതിയിൽ നമുക്ക് പൊതുവേദിയിൽ സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പബ്ലിക് സ്പീക്കിംഗ് വർക്ക്ഷോപ്പും ഒക്കെ തന്നെ കോഴ്സുകളായി നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയ ശേഷം നവീൻ ഇൻസ്പയേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് നോക്കാം നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളെ അവസാനം വരെ കൊണ്ടുപോകാനായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. നമ്പർ 1, ബി സെലക്റ്റീവ്. ചാടിക്കേറി ഓരോ കാര്യങ്ങൾ തുടങ്ങാൻ നിൽക്കരുത്. നമ്മൾ തുടങ്ങുന്ന കാര്യം നമുക്ക് പാഷൻ ഉള്ളൊരു കാര്യമായിരിക്കണം. അതായത് ആ കാര്യം ചെയ്യാൻ നമുക്കൊരു താല്പര്യം വേണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൃത്യ ഒരു കാരണം വേണം. എന്തുകൊണ്ടാണ് ഞാൻ ആ കാര്യം ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ കാര്യം ഞാൻ ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബി സെലക്റ്റീവ്. തുടങ്ങി വെച്ച കാര്യങ്ങൾ അവസാനിപ്പിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ തുടങ്ങി വെച്ച കാര്യങ്ങൾ ഫിനിഷ് ചെയ്യുന്ന വ്യക്തികളെ എടുത്ത് പരിശോധിച്ചാൽ അവർ സെലക്റ്റീവ് ആയിട്ടാണ് തീരുമാനം എടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചാടിക്കേറി ചെയ്യാമെന്ന് പറഞ്ഞവർ പോകാറില്ല. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് അത് ചെയ്യില്ല എന്ന് തന്നെ അവർ സംസാരിക്കാറുണ്ട്. എന്നാൽ അവർ തുടങ്ങുന്ന കാര്യം കൃത്യമായി ഫിനിഷ് ചെയ്യും. ഇതിന്റെ കാരണം എന്താ? അവർ സെലക്റ്റീവ് ആണ്. നമ്മളും സെലക്റ്റീവായി മാറുക. നമ്മളൊരു കാര്യം ചെയ്ത് ഫിനിഷ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ പാഷന് ഉതകുന്ന കാര്യമായിരിക്കണം. അതിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ വേണം. അതുണ്ടെങ്കിലേ നമുക്ക് ശക്തമായി മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, ബി സെലക്റ്റീവ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സെലക്റ്റീവായി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യത്തിൽ പൂർണ്ണമായ അർപ്പണ മനോഭാവം ഉണ്ടാക്കാനും അതുമായി മുൻപോട്ട് പോകാനും ഒക്കെ കഴിയുന്നതാണ്. 2, അനൗൺസ് ഇറ്റ്. നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം അങ്ങോട്ട് അനൗൺസ് ചെയ്യുക. നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ അടുത്തും നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ അടുത്തും ഒക്കെ തന്നെ പറയുക, ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തു തുടങ്ങാൻ പോവുകയാണ്, ഈ കാര്യത്തിന്റെ ലക്ഷ്യം ഇതാണ്, ആ ലക്ഷ്യം വരെയും ഞാൻ മുൻപോട്ട് പോകും. അപ്പൊ അതിലേക്കാണ് എൻ്റെ ഇനിയുള്ള ഓരോ ദിവസത്തെയും പ്രയത്നം. ഇത് കൃത്യമായി അനൗൺസ് ചെയ്യുക. അനൗൺസ് ചെയ്താലുള്ള ഗുണം എന്താ? നമ്മുടെ കമ്മിറ്റ്മെന്റ് കൂടും, നമ്മുടെ അർപ്പണ മനോഭാവം പിന്നെയും കൂടാൻ അത് കാരണമായി തീരും. ഇനി നമ്മൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുന്നതിന് ഇടയിൽ എപ്പോഴെങ്കിലും വെച്ച് നമ്മളൊന്ന് വിശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം മറന്നുപോയി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ആ ആളുകൾ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കും, എന്തായി നീ അന്ന് പറഞ്ഞ കാര്യം? നീ അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? നീ പറഞ്ഞ സ്ഥലത്ത് നീ ഇപ്പൊ എത്തിയോ? ഈ ചോദ്യം നമ്മുടെ അടുക്കലേക്ക് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യം വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ അതൊരു കാരണമായി തീരും. അതുകൊണ്ട് അനൗൺസ് ചെയ്യുക. നമ്മൾ എന്താണോ ചെയ്ത് അച്ചീവ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്താണോ ഫിനിഷിംഗ് വരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യം ധൈര്യമായി നമ്മൾ അനൗൺസ് ചെയ്യാൻ തയ്യാറാവുക. ഈ അനൗൺസിങ് എന്ന് പറയുന്ന ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ്. പലരും എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്ത് മുഴുമിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ആ കാര്യം എന്നെ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുമോ, എന്നെ കൊണ്ട് പറ്റില്ല, നാണക്കേടാവില്ലേ, ഇങ്ങനെ കുറെ ചിന്തയുള്ളതുകൊണ്ടാണ് അനൗൺസ് ചെയ്യാത്തത്. ധൈര്യമായി അങ്ങോട്ട് അനൗൺസ് ചെയ്യുക. ആ അനൗൺസ്മെന്റ് തന്നെ നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു സ്പെഷ്യൽ എനർജിയും മുൻപോട്ട് പോകാനുള്ള ഒരു സ്പെഷ്യൽ കമ്മിറ്റ്മെന്റും ഒക്കെ ഉണ്ടാകാൻ കാരണമായി തീരും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാര്യം, അനൗൺസ് ഇറ്റ്. 3, റിസോഴ്സ് പ്ലാനിങ്. നമ്മളൊരു കാര്യം തുടങ്ങി എന്നുകൊണ്ട് മാത്രം അത് ഫിനിഷ് ചെയ്യണമെന്നില്ല. നമുക്കത് ഫിനിഷ് ചെയ്യാൻ വേണ്ട റിസോഴ്സുകൾ നമ്മുടെ കൈവശം വേണം. ഇനി വേണ്ട റിസോഴ്സ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ആ റിസോഴ്സുകൾ എങ്ങനെ കണ്ടെത്താം? എവിടെയൊക്കെയാണ് റിസോഴ്സുകൾ ഉള്ളത്? എങ്ങനെയൊക്കെയാണ് റിസോഴ്സുകളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്? അപ്പൊ എന്തൊക്കെ റിസോഴ്സ് ആണ് എൻ്റെ പെർട്ടിക്കുലർ ലക്ഷ്യം, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്ന പെർട്ടിക്കുലർ ഫിനിഷിംഗ് ലൈൻ അവിടെ എത്തിച്ചേരാനായി എനിക്ക് ആവശ്യമുള്ളത്? അത് ചിലപ്പം ആളുകളാകുന്ന അല്ലെ ചില വ്യക്തികളായിരിക്കാം നമ്മുടെ റിസോഴ്സ്, അവർ തരുന്ന ചില അറിവുകളായിരിക്കാം നമ്മുടെ റിസോഴ്സ്, ചില പുസ്തകങ്ങളായിരിക്കാം നമ്മുടെ റിസോഴ്സ്, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടേണ്ട ഫിനാൻസ് അല്ലെങ്കിൽ മണി ആയിരിക്കാം നമ്മുടെ റിസോഴ്സ്. ഇങ്ങനെ തുടങ്ങി പലതരം റിസോഴ്സുകളുണ്ട്. ആ റിസോഴ്സ് കൃത്യമായി പ്ലാൻ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുൻപോട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് വരുമ്പോൾ ആ സ്റ്റെപ്പ് കവർ ചെയ്യേണ്ട റിസോഴ്സ് നമ്മുടെ ഇല്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി നമുക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെ നിൽക്കാതെ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നതിന് വരെ മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കാം വരുന്ന കണ്ടീജൻസീസ്, എന്തൊക്കെയായിരിക്കാം വരുന്ന ചില സാഹചര്യങ്ങൾ, അതിനെ കവർ ചെയ്യാൻ എന്തൊക്കെ റിസോഴ്സുകളാണ് എൻ്റെ കയ്യിൽ വേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുകയും ഒന്ന് പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്താൽ നമുക്ക് 90% നമ്മുടെ മുന്നിൽ വരുന്ന ഒബ്സ്റ്റക്കിൾസിനെയും കവർ ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയും. ഇനി ഇതൊന്നും അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വരും, പക്ഷെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു മൊമെന്റ് ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള വെല്ലുവിളികളെയും നമുക്ക് തരണം ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും. നമ്മൾ ഫിനിഷിംഗ് ലൈൻ വരെ ഓടി എത്തുന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, റിസോഴ്സ് പ്ലാനിങ്.
എസ്റ്റിമേറ്റ് എടുക്കുക, എന്തൊക്കെ റിസോഴ്സ് ആണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഫിനിഷിംഗ് ലൈൻ വരെ എനിക്ക് എത്താനായി വേണ്ട കാര്യങ്ങളെന്ന്. 4, ബജറ്റ് യുവർ ടൈം ആൻഡ് എനർജി. നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ എനർജിയെയും ബജറ്റ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളൊരു പെർട്ടിക്കുലർ ആഗ്രഹം നേടിയെടുക്കാനായിട്ടായിരിക്കാം ഇറങ്ങിത്തിരിക്കുന്നത്. എന്നാൽ ആ കാര്യം നേടിയെടുക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേറെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം ആയിരിക്കാം ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നതിനോടൊപ്പം ആയിരിക്കാം ഇങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ നിലവിലുള്ള കാര്യങ്ങൾ അത് അഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ നിലവിലുള്ള കാര്യത്തെ അഫക്ട് ചെയ്യാതെ ഈ കാര്യത്തിൽ വേണ്ട സമയവും വേണ്ട എനർജിയും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു ബജറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ഒരിടത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്കിംഗ് ടൈം കഴിഞ്ഞ സമയം, അല്ലെങ്കിൽ ആ വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് എത്ര സമയമാണ് ഞാൻ ആ പെർട്ടിക്കുലർ ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി ഇരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനായി പ്രയത്നിക്കാൻ പോകുന്നത്, എത്ര എനർജി ആയിരിക്കും ഞാൻ അതിനുവേണ്ടി ചെലവഴിക്കാൻ പോകുന്നത്, ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് വേണം. അതില്ലെങ്കിൽ നമ്മളുടെ ദിവസങ്ങളിലെ വേണ്ട സമയങ്ങൾ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സമയവും നമ്മുടെ എനർജി ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യമൊക്കെ തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തും. അപ്പൊ കൃത്യമായ ഒരു ബജറ്റ്, നമ്മുടെ ടൈം എങ്ങനെ ഉപയോഗിക്കണം, നമ്മുടെ എനർജി എങ്ങനെ ഉപയോഗിക്കണം, നമ്മളിപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കൃത്യമായി ഡിസൈഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. ബജറ്റ് യുവർ ടൈം ആൻഡ് എനർജി എന്നുള്ളതാണ് തുടങ്ങി വെച്ച കാര്യം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട 4ാമത്തെ സ്റ്റെപ്പ്. 5, കണക്ട് വിത്ത് എൻഡ് വിഷൻ. എന്താണ് നിങ്ങളുടെ എൻഡ് വിഷൻ? നിങ്ങൾ ഒരു കാര്യം തുടങ്ങി വെക്കുന്നത്, അല്ലെങ്കിൽ അത് ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ത് വിഷന്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് കാര്യത്തിന്, എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ്, എന്ത് വിഷനോട് കൂടിയാണ്, എന്ത് പർപ്പസോട് കൂടിയാണ് നിങ്ങളത് തുടങ്ങുന്നത്? അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തിനാണ് ഞാനത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം വേണം. എന്താണ് ചെയ്യുന്നതെന്നല്ല, എന്തിനാണ്, വൈ ആം ഡൂയിങ് ദാറ്റ്, എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ കൃത്യമായ ഒരു ഉത്തരമാണ്. ആ വിഷൻ നമുക്ക് ഉണ്ടാവുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ധാരാളം പ്രതിസന്ധി വരികയും ധാരാളം പ്രതികൂലമായ സാഹചര്യം വരികയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ അൺഇൻസ്പയർഡ് ആയി മാറും. നമുക്കൊരു ഇൻസ്പിറേഷൻ ഇല്ലാതിരിക്കുന്ന സാഹചര്യം വരും. ആ ഇൻസ്പിറേഷൻ ഇല്ലാത്ത സാഹചര്യം തുടരെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മുൻപോട്ട് പോയില്ല. അപ്പൊ നമ്മൾ തുടങ്ങി വെച്ച കാര്യം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളത് ബോധ്യമുണ്ടെങ്കിൽ, എന്തിനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് എന്റെ ലക്ഷ്യം, എവിടെയാണ് എനിക്ക് എത്തിച്ചേരേണ്ടത്, കൃത്യമായി ആ വൈ എലിമെന്റ്, അല്ലെങ്കിൽ വിഷൻ, അല്ലെങ്കിൽ പർപ്പസ് അത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് വീണ്ടും ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അവനവന് തന്നെ സ്വയം ഇൻസ്പയർ ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയും. അപ്പൊ കൃത്യമായ ഒരു വിഷൻ ഉണ്ടാവുക, ആ വിഷനുമായി നല്ലപോലെ കണക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ തുടങ്ങി വെച്ച കാര്യം കൃത്യമായി അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഇതുവരെ തുടങ്ങി വെച്ച പല കാര്യങ്ങളും അവസാനിപ്പിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻഡ് വിഷൻ എന്താണെന്ന് കൃത്യമായ ഒരു രൂപരേഖ നമ്മുടെ മനസ്സിലില്ലാത്തതാണ്. കൃത്യമായ ഒരു രൂപരേഖ മനസ്സിൽ ഉണ്ടായിക്കൊണ്ട് വേണം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ. നിങ്ങൾ ഇന്ന് തൊട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ എൻഡ് വിഷൻ കണ്ടുകൊണ്ട് തന്നെ തുടങ്ങും എന്ന അർത്ഥം വരുന്ന രീതിയിൽ എൻഡ് വിഷൻ എന്ന വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. 6, മെഷർ യുവർ പ്രോഗ്രസ്. നിങ്ങളുടെ പ്രോഗ്രസിനെ മെഷർ ചെയ്യാൻ കഴിയണം. അളവുകോല് കൃത്യമായി ഉണ്ടായിരിക്കണം. കാര്യം ഒരു പുസ്തകം എഴുതാൻ പോവാണ്, ഒരു 100 പേജുള്ള പുസ്തകമാണ് എന്ന് അറിയാമെങ്കിൽ 50 പേജാകുമ്പോൾ നമുക്ക് പിടികിട്ടും ഇനി 50 പേജ് കൂടി എഴുതാനുണ്ടെന്ന്. എന്നാൽ എത്ര പേജുള്ള പുസ്തകം എഴുതുന്നതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. അതങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളതല്ലാതെ നമ്മൾ കൃത്യമായ ഒരു ഡെഡ് ലൈനുള്ളത് തീർക്കില്ല. ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടും പോകും. അതുകൊണ്ട് കൃത്യമായ ഒരു മെഷർമെന്റ്, നമുക്കൊരു കണക്ക് വേണം. കാരണം മെഷർമെന്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെന്റിലേക്ക് പോകും, കൂടുതൽ മികച്ചതായി മാറും. അപ്പൊ നമ്മൾ തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമുക്ക് എൻഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ അത് മെഷർ ചെയ്യാൻ പറ്റണം. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, ഇനി എത്ര ദൂരം പോകാനുണ്ട്, അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അപ്പൊ അത്തരത്തിലൊരു മെഷർമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതും തുടങ്ങി വെച്ച കാര്യത്തെ അവസാനിപ്പിക്കാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പല കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട്, എന്നാൽ അത് എത്ര നാൾക്കുള്ളിൽ തീർക്കണം, എന്തൊക്കെയാണ് നമ്മൾ അത് അച്ചീവ് ചെയ്തതിന്റെ ലക്ഷണങ്ങൾ, ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല പലപ്പോഴും. കൃത്യമായി ചിന്തിക്കുകയും ആ ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ആ ലക്ഷ്യത്തിന്റെ 25% അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ 50% അച്ചീവ് ചെയ്തു, ഇനി ഇത്ര ദൂരം കൂടിയാണ് ഞാൻ പോകാനുള്ളത്. കൂടാതെ ഓരോ ചെറിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും അതങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണം. കാര്യം അത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ പിന്നെ മുൻപോട്ട് പോകാൻ ഒരു ആവേശം കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇപ്പോൾ പറഞ്ഞ ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ഫിനിഷിങ്ങിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിൽ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഈ പറഞ്ഞ 6 കാര്യങ്ങൾ അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കാര്യം തുടങ്ങി അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ, സെൽഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, അവിടെയുള്ള ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് അടിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണമെന്നും റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Wishing you all the best. NK signing off.